ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഞാനിപ്പോൾ പുനല്ലൂരിൽ അലിമുക്ക് എന്നൊരു സ്ഥലത്താണ്. ഇവിടെ ഒരു ദൈവദാസനെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പുനല്ലൂരിനടുത്ത് ഇളമ്പൽ എന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതോടൊപ്പം കലയപുരം എന്ന സ്ഥലത്ത് IPC സഭയോട് ചേർന്ന് കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന ഒരു ദൈവദാസനാണ്. വളരെ ദീർഘവർഷങ്ങൾ, ഏതാണ്ട് 10 വർഷത്തോളം ദ പെന്തക്കോസ്റ്റൽ മിഷൻ TPM സഭയിൽ ഒരു ഉപദേശിയായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുകയും, എന്നാൽ അതിനുശേഷം പിന്നീട് TPM സഭയിൽ നിന്ന് മാറി IPC സഭയോട് ചേർന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ്. അദ്ദേഹം TPM സഭയിൽ നിന്ന് മാറാനായിട്ട് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. തനിക്ക് അല്പം കൂടെ സ്വാതന്ത്ര്യത്തോടെ സുവിശേഷ വേല ചെയ്യണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ IPC സഭയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അപ്പോൾ ഇന്ന് താൻ TPM സഭയിലായിരുന്നപ്പോഴുള്ള തൻ്റെ ആത്മീക നിലവാരങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇപ്പോൾ താൻ ആയിരിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിന്ന് കേൾക്കുവാനായിട്ട് അവസരമുണ്ട്. അതോടൊപ്പം ഈ പാസ്റ്റർ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് ഒരു ഭവനം മുനിസിപ്പാലിറ്റി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഒരു ബാത്റൂം അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ ഇല്ല. അതായത് താൽക്കാലികമായി ഒരു കോമൺ ബാത്റൂമാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അങ്ങനെ പല പ്രശ്നങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കർത്താവിൻ്റെ ദാസന്റെ അനുഭവസാക്ഷി നിങ്ങൾ കേൾക്കുകയും ഈ പ്രിയ സഹോദരന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററെ ഗോസ്പൽ TV UP എന്ന യൂട്യൂബ് ചാനലിലേക്ക് പാസ്റ്ററെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്ന നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പാസ്റ്റർ കൊറോണയ്ക്ക് ശേഷം പാസ്റ്റർക്ക് ശാരീരികമായ അല്പം അസ്വസ്ഥതകളുണ്ട്. ശ്വാസം മുട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയ പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുകയാണ്. പാസ്റ്ററുടെ അനുഭവ സാക്ഷ്യം മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. പാസ്റ്ററെ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ? പാസ്റ്ററുടെ പേര്, വീട്ടിൽ ആരൊക്കെയുണ്ട്, ഏത് സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു, എവിടെ താമസിക്കുന്നു, ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് വിനോദ് മാത്യു. എൻ്റെ സ്വദേശം എളമ്പലാണ്. എനിക്ക് വൈഫ്, 2 ആൺകുട്ടികൾ. എളമ്പൽ എന്ന് പറഞ്ഞാൽ പുനല്ലൂരിനടുത്തല്ലേ? അതെ അതെ അതെ. മൂത്ത ആള് ജോയൽ, രണ്ടാമത്തെ ആള് ജോഷുവ. മൂത്ത ആള് 10ാം ക്ലാസ്സിൽ ഇപ്പം പഠിക്കുന്നു. രണ്ടാമത്തെ ആള് 9ൽ പഠിക്കുന്നു. ഏത് സഭയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുവിശേഷ വേല ചെയ്യുന്നത്? ഞാൻ IPCയുടെ ബന്ധത്തിലാണ്. കലയപുര സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നു. എത്ര വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുന്നു? ഞാൻ 1998 കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയത്. ഓക്കെ. TPM പശ്ചാത്തലത്തിലായിരുന്നു. ഓക്കെ. പാസ്റ്റർക്ക് ഏത് ക്രിസ്തീയ കുടുംബ പശ്ചാത്തലത്തിലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്? പെന്തക്കോസ്റ്റലായിരുന്നോ? പെന്തക്കോസ്റ്റലായിരുന്നു. അത് ഏത് സഭയിലായിരുന്നു? ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടതൊക്കെ TPM ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ഓക്കെ. അപ്പോൾ പിന്നീട് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു കാരണം എന്താ? രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്രായത്തിലെ മാതാപിതാക്കൾ പെന്തക്കോസ്റ്റ് പാരമ്പര്യത്തിലാണ് ജനിച്ചു വളർന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ട് എൻ്റെ ചെറുപ്രായം മുതൽ സൺഡേ സ്കൂളിൽ പഠിക്കുകയും അവിടെയുള്ള മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യും. പിന്നെ എൻ്റെ സ്കൂൾ ജീവിതമൊക്കെ അങ്ങനെയുള്ള ഒരു കാലയളവിലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം 93-ലൊക്കെയാണ് എൻ്റെ ദൈവികമായിട്ടുള്ള ദർശനവും അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാനുള്ളതായ ദൈവശബ്ദമൊക്കെ കേൾക്കുവാനിടയായി തീർന്നത്. ഓക്കെ. അങ്ങനെ ഏത് സഭയിലായിരുന്നു ശുശ്രൂഷ ആരംഭിച്ചത്? ഞാൻ 98-ൽ കർത്താവിൻ്റെ വേല ഇറങ്ങിയത് TPMലായിരുന്നു. അപ്പോൾ അങ്ങനെ 1 വർഷക്കാലം 98-ൽ കൊട്ടാരക്കരയും മദ്രാസായിട്ട് ട്രെയിനിങ് ആയിരുന്നു. അതിനുശേഷം എറണാകുളത്താണ് ഞാൻ സഭാ ശുശ്രൂഷയായിട്ട് തുടക്കം കുറിക്കുന്നത്. TPM സഭയിൽ ഉപദേശിയായിട്ട് എത്ര നാൾ ഉണ്ടായിരുന്നു? 10 വർഷത്തോളം ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നീട് TPM സഭയിൽ നിന്ന് പോരാനായിട്ട് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? ശുശ്രൂഷയുടേതായ കുറച്ച് സ്വാതന്ത്ര്യം
മറ്റുള്ള സഭകളുമായിട്ടുള്ള ഒരു രീതിയിൽ നോക്കിയപ്പോൾ എനിക്ക് അതാണ് ഇഷ്ടം തോന്നിയത്. അങ്ങനെയാണ് ഞാൻ ഇറങ്ങാൻ കാരണം. ഓക്കെ, പിന്നീടുള്ള പാസ്റ്ററുടെ സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? TPM സഭയിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റ് TPM സഭയിൽ നിന്ന് പുറത്തു ഒന്ന് IPC സഭയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴുള്ള സുവിശേഷ പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? സുവിശേഷ പ്രവർത്തനം ഞാൻ ഇറങ്ങിയതിന് ശേഷം 3 വർഷം ബൈബിൾ കോളേജോടെ ഉള്ള രീതിയിൽ സർട്ടിഫിക്കറ്റ് സംബന്ധമായിട്ട് വേറൊരു സംഘടനയിലോട്ട് വന്നതുകൊണ്ട് അവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് 1 ഇയർ കോഴ്സ് പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പം അതോടൊപ്പം തന്നെ 1 ഇയർ കഴിഞ്ഞപ്പം വീണ്ടും 2 വർഷം കൂടെ ഉണ്ടല്ലോ, അന്ന് BTH ആണല്ലോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് പൂർത്തീകരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായി. അത് സമാപിച്ചു. അതിനുശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞു, സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അങ്ങനെ 2009 എൻ്റെ വിവാഹം നടക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ ഞങ്ങൾ കർത്താവിൻ്റെ വേലയിൽ കാസർഗോഡായിരുന്നു, കാഞ്ഞങ്ങാട് സെൻറ്ററിനോടനുബന്ധിച്ച് ബന്ധപ്പെട്ട് പോകുമായിരുന്നു. പിന്നെയാണ് ഇടകാലങ്ങളിൽ ഞങ്ങളിപ്പം ഇവിടെ കലേവര സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നത്. അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കുക. പ്രവർത്തനങ്ങൾ ഞാൻ ആദ്യമേ വൈക്കലായിരുന്നു, അതിനുശേഷം മേലുവിലയിലായിരുന്നു. ഇപ്പം ഞാൻ കൈതപ്പറമ്പ് എന്നൊരു സ്ഥലത്ത് പുതിയ പ്രവർത്തനത്തോടനുബന്ധിച്ചായിരിക്കുന്നു. ഓക്കെ, അപ്പോൾ പാസ്റ്ററുടെ ജീവിതത്തിൽ ഇത്രയും നാളത്തെ ഈ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവം പാസ്റ്ററെ അത്ഭുതകരമായി നടത്തി, ദൈവം പാസ്റ്റർക്ക് വേണ്ടി പ്രവർത്തിച്ചു, അല്ലെങ്കിൽ പാസ്റ്ററിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയത്തക്ക ചില സന്ദർഭങ്ങളെ ഒന്ന് വിവരിക്കാമോ? ശരിക്കും പറയാൻ പറ്റും. ദൈവം എനിക്ക് അത്ഭുതം തന്നെയാണ്. ഈ മകനേമേറിയ ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ വിളിച്ചതിൻ്റെ ഫലമായി ശ്രേഷ്ഠമായ ഒരു ജീവിതം എനിക്ക് ചെയ്യുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടൊക്കെ ഉള്ള പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ അവിടെയൊക്കെയും ജയത്തോടെ ജയോത്സവമായി കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ശുശ്രൂഷ ഇതുവരെ ഒരു മടുപ്പില്ലാതെ ചെയ്യുവാനുള്ള ഇരുപാടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ തന്നെയും പല വിധത്തിലുള്ളതായ രോഗങ്ങൾ, ശാരീരികമായിട്ടുള്ള കഷ്ടാനുഭവങ്ങളിലൂടെയൊക്കെ ആയിരിക്കുമ്പോൾ ചില മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തെ അലട്ടുന്നുണ്ട്. അല്ല, അതൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? ഞാൻ അങ്ങനെ നിത്യ രോഗമായിട്ടുള്ള രീതിയിലുള്ള ഒരു രോഗം എന്നൊന്നുമില്ല. പക്ഷേ ഈ കൊറോണ കാലയളവിൽ കൊറോണ എനിക്ക് ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ശ്വാസതടസ്സമായിട്ട് ചുമയും വലുവും അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെയാണ് അനുഭവിക്കപ്പെടുന്നത്. പിന്നെ ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ വൈഫിനും ഉണ്ട്. അദ്ദേഹത്തിന് ഇതുപോലെ കൊറോണയൊക്കെ വന്നതായിരുന്നു. കുടുംബമായിട്ട് ഞങ്ങൾ കൊറോണയിൽ നല്ല രീതിയിൽ തളർന്നു പോയി. അതിനുശേഷം ഇപ്പോൾ വേണ്ടതാനുള്ള ശ്വാസോച്ഛ്വാസം കിട്ടാൻ വേണ്ടി പലപ്പോഴും ശ്വാസം മുട്ടും പലവിധമായ രീതിയിലുള്ള ഈ അലർജി നമ്മളെ പ്രതികരിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ പാസ്റ്റർക്ക് എത്ര വയസ്സായി? ഇപ്പോൾ എനിക്ക് 48 വയസ്സായി. 48 വയസ്സായി. സുവിശേഷ വേലയിൽ വന്നിട്ട് എത്ര വർഷമായി? സുവിശേഷ വേലയിൽ വന്നിട്ട് 28 വർഷമായി. അപ്പം ഈ 28 വർഷങ്ങൾ പാസ്റ്റർ സുവിശേഷ വേല ചെയ്തപ്പോൾ പാസ്റ്ററെ ദൈവം പഠിപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? തീർച്ചയായും. അനേക അനിഷ്ട സംഭവങ്ങൾ, അപകടങ്ങളൊക്കെയും വ്യസനത്തിന് കാരണമായി തീരേണ്ട സാഹചര്യങ്ങളിൽ കർത്താവിൻ്റെ ഉള്ളം കൈ കൊണ്ട് എന്നെ താങ്ങുകയും എന്നെ സൂക്ഷിക്കുകയും എന്നെ നിലനിർത്തുകയും ചെയ്തുകൊണ്ട് അനേക ദുർഘടങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാമായിരുന്നു. പല പരീക്ഷ ഘട്ടങ്ങൾ പൈശാചികമായിട്ടുള്ള അല്ലെങ്കിൽ ദേശാധിശക്തിയായിട്ടുള്ള പല വിധത്തിലും കുടുംബത്തിൽ ആഞ്ഞടിച്ച സന്ദർഭങ്ങളിൽ ശുശ്രൂഷയോടനുബന്ധിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രതിസന്ധികൾ ആഞ്ഞടിച്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ദൈവം എന്നൊക്കെ കാരണഭൂതനായിട്ട് എന്നെ നിലനിർത്തുകയും എൻ്റെ കുഞ്ഞുങ്ങളെയും എൻ്റെ വൈഫിനെയൊക്കെ ദൈവം ഈ ശുശ്രൂഷയ്ക്കായിട്ട് താങ്ങും തണലായിട്ട് ഞങ്ങളെ നടത്തുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പോകാൻ കഴിയുന്നത്. ഓക്കെ, പാസ്റ്റർ ഏതൊക്കെ സ്ഥലങ്ങളിൽ സുവിശേഷ വേല ചെയ്തു? ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ സെൻട്രലിൽ, തിരുവനന്തപുരം സെൻട്രൽ, റാന്നി സെൻട്രലിലൊക്കെ ആയിരുന്നു TPM പശ്ചാത്തലത്തിലിരുന്നപ്പോൾ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് പോയിരുന്നത്. ഈ IPC ബന്ധത്തിൽ വന്നപ്പോൾ കാസർഗോഡ് കാഞ്ഞങ്ങാട് സെൻറ്ററുമായിട്ടുള്ള ബന്ധം അരിപ്പുറോടായിരുന്നു. അതിനുശേഷമൊക്കെയാണ് ഞങ്ങൾ ഈ കാലയളവിലൊക്കെയാണ് ഞങ്ങൾ ഇവിടെ പിന്നെ കലേവര സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഇപ്പം 4 വർഷത്തോളം ആവാൻ ആയിരിക്കുകയാണ്. ഈ TPM സഭയിൽ നിന്നപ്പോൾ ഉള്ള
പിന്നെ ഒരു ആത്മീക പ്രവർത്തനങ്ങൾ, TPM സഭയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് വിവരിക്കാമോ? തീർച്ചയായും TPM-ന്റെ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിലും TPM എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രീതിയിലാണ്. ഞാൻ പല സ്ഥലങ്ങളിലും ആത്മാക്കളുടേതായ എണ്ണം അവിടെയൊക്കെ കൂടുതലായിരിക്കുകയും നല്ല ഡെവലപ്പായിട്ടുള്ള സഭകളിലൊക്കെ ഇരിക്കാനുള്ള ഭാഗ്യമൊക്കെ തന്നിട്ടുണ്ട്. നല്ല ശുശ്രൂഷയാണ്. ഇപ്പോഴും TPM-ഉമായിട്ടുള്ള രീതിയിൽ ആൾക്കാരെ കാണുകയും സഹകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടാണെങ്കിലും പ്രത്യേകമായിട്ട് എനിക്ക് കുറ്റമോ അല്ലെങ്കിൽ വേറെ ഒന്നും പറയാനില്ല. നല്ല ഒരു ദൗത്യമാണ് അവർ കാഴ്ചവെക്കുന്നത്. മറ്റുള്ള ഈ പെന്തക്കോസ്റ്റൽ സഭകളും TPM സഭയും തമ്മിലൊരു വ്യത്യാസം എന്താണ്? TPM ചർച്ചും മറ്റുള്ള സഭകളും നമ്മളെന്ന് പറഞ്ഞാൽ മനുഷ്യനാൽ ഷണ്ണന്മാരായിട്ടിരിക്കുന്നവരുണ്ട്, സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരായിരിക്കുന്നവരുണ്ട്, അല്ലാതെ ഷണ്ണന്മാരായിട്ടുള്ളവരുണ്ട്. അപ്പം സ്വർഗരാജ്യ നിമിത്തം ഷണ്ണന്മാരായിട്ടുള്ള കർത്താവിൻ്റെ വേലക്കാരാണ് TPM-ൽ വിളിയും തിരഞ്ഞെടുപ്പുമായിട്ട് നിന്ന് പോകുന്നത്. ഒരു പക്ഷേ അപ്പം എനിക്ക് നിൽക്കാൻ കഴിയാതെ പോയ സാഹചര്യം എന്താണെന്ന് ചോദിച്ചേക്കാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ മറ്റുള്ള സഭകളിലൂടെയുള്ളതായ സ്വാതന്ത്ര്യവും മറ്റുള്ള സഹകരണത്തിലൂടെ അപ്പം എനിക്ക് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഞാൻ തിരഞ്ഞെടുക്കാനിടയായി തീർന്നു. അല്ല, ആത്മീയ അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ TPM സഭകളാണോ മുന്നിട്ട് നിൽക്കുന്നത്, അതോ മറ്റിതര പെന്തക്കോസ്റ്റൽ സഭകളാണോ? അത് തീർച്ചയായിട്ടും പറയാൻ പറ്റും. നമുക്ക് പ്രത്യേകിച്ച് ആരെയും കുറ്റം പറയാനോ നമ്മൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള രീതിയിൽ പറയാൻ കഴിയുന്നില്ലെങ്കിലും TPM പശ്ചാത്തലത്തിൽ ഇരുന്നപ്പോൾ ആണ് അഭിഷേകവും പിന്നെ ആത്മശക്തി ഉണർവും ഒക്കെ കണ്ട് സന്തോഷം അനുഭവിക്കാനിടയായി തീർന്നത്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ അനുസരിച്ച് ഇന്നത്തെ യുഗ കാലയളവിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആത്മീയ ജീവിതം, അതായത് അകമയുള്ള മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നതനുസരിച്ച് ആത്മാവിനുള്ള സന്തോഷം വ്യക്തിപരമായിട്ട് അനുഭവിക്കാൻ കഴിയും. പിന്നെ ഈ രക്ഷയുടെ മഹത്വം എന്ന് പറയുന്നത് എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തത്. അപ്പം ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ ദൈവസേനയിൽ ആത്മീയ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കാൻ കഴിയുന്നെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള സന്തോഷം അനുഭവിക്കാൻ കഴിയും. അതിപ്പം TPM എന്നില്ല, IPC എന്നില്ല. പക്ഷെ കുറച്ചും കൂടെ എനിക്ക് കൊച്ചുനാൾ അനുഭവങ്ങൾ നോക്കുമ്പോൾ TPM-ന്റെ ശുശ്രൂഷയിലാണ് കുറച്ചും കൂടെ ആത്മീയ വളർച്ചയിൽ പ്രയോജനപ്പെടാൻ കഴിഞ്ഞെന്ന് എനിക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ IPC സഭയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പാസ്റ്ററുടെ ഇത്രയും നാളത്തെ ഒരു ആത്മീയ ജീവിതത്തിൽ പാസ്റ്റർ കണ്ടിട്ടുള്ള നല്ല സുവിശേഷകർ, അല്ലെങ്കിൽ നമുക്ക് മാതൃകയാക്കാൻ കൊള്ളാവുന്ന സുവിശേഷകർ ആരൊക്കെയാണ്? മൺമറിഞ്ഞു പോയ വിശുദ്ധന്മാർ അനേകരുണ്ട്. പേരെടുത്ത് പറയാൻ ഓരോരുത്തരെയും പറയുകയാണെങ്കിൽ നമുക്ക് സമയം പോരാ. അവരുടേതായ മാതൃകയും അവരുടേതായ കൂടെ നടന്ന ശുശ്രൂഷ പഠിക്കുകയും അവരുടേതായ നല്ല ഉത്തേജനമൊക്കെയാണ് ഈ മാർഗത്തിലേക്ക് എന്നെ കൊണ്ടുവരാനിടയായി തീർന്നത്. മാത്രമല്ല ദൈവവിളി ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കഴിയത്തുള്ളൂ. മനുഷ്യനാൽ നമ്മൾ മാതൃക കണ്ടിട്ട് ശുശ്രൂഷ ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ നല്ല അനേകങ്ങൾ എൻ്റെ ജീവിതത്തിൽ പിതാക്കന്മാരുടെ മാതൃകയെ പിൻപറ്റിയതുകൊണ്ട് അവരിൽ നിന്നുള്ള നല്ല ഗുണദോഷങ്ങളും ഉപദേശങ്ങളും ഒക്കെ ലഭിച്ചതുകൊണ്ട് എൻ്റെ ജീവിതം നേരായി ജീവിതത്തിലേക്ക് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നല്ല സുവിശേഷകന് വേണ്ടതായിട്ടുള്ള ഒരു ഗുണഗണങ്ങൾ, ഒരു ക്വാളിറ്റി എന്താണ് പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പാസ്റ്റർക്ക് മനസ്സിലായിട്ടുള്ളത്? ശരിക്കും പറയുകയാണെങ്കിൽ അവരവരുടെ ജീവിതത്തെ വിശുദ്ധി കൊണ്ട് സൂക്ഷിക്കപ്പെടണം. വേർപാട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. അഭിഷേകം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ആത്മീക ജീവിതം തളർന്നും ക്ഷീണിച്ചു പോകാതെ വണ്ണം പോകേണ്ട സാഹചര്യത്തിൽ നമ്മൾ പോകേണ്ട സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ മറ്റുള്ള മനുഷ്യർക്ക് എന്തെങ്കിലും ക്ഷീണം സംഭവിക്കുകയോ തളർച്ച സംഭവിക്കുകയോ അത് കണ്ട് നമ്മൾ തളർന്നു പോവുകയല്ല, മുന്നോട്ടുള്ളതായ ആ വലിയ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മെ തന്നെ ശോധന ചെയ്ത് പോകണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള ആളാണ് ഞാൻ. ഓക്കെ, പാസ്റ്ററുടെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? സുവിശേഷ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പുതിയൊരു വർക്കാണ് ഞാൻ എടുത്തേക്കുന്നത്. അവിടെ ആത്മാക്കളായിട്ടില്ല, എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ഇപ്പോൾ ഏറ്റവും ഉള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് പരസ്യയോഗമാണ്. പരസ്യയോഗങ്ങളിൽ പല ടീമുമായിട്ട് പ്രവർത്തിക്കാനുള്ള ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. പല മേഖലയിൽ ദൈവം
പ്രയോജനപ്പെടുത്തുവാൻ കർത്താവിനുള്ള കൃപ അനുഭവിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുകയാണ്. ഓക്കെ. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ പൊതുവെ പൊതുജനം അറിയണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ടോ പാസ്റ്ററുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്? പൊതുജനം അറിയണം എന്നുള്ള കാര്യം നോക്കുമ്പോൾ ഇപ്പോഴത്തെ പ്രവർത്തനം സുവിശേഷ വേലയിൽ മുൻപന്തിയായിട്ട് എനിക്ക് പ്രയോജനമായിട്ട് പോകാൻ കഴിയുന്നത് പരസ്യ സമയമാണ്. കവലകളിലും തെരുവുകളിലും വീതികളിലൊക്കെയും ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തി കാട്ടുവാനും അനേക വിഷയങ്ങളുമായിട്ട് വരുന്ന പ്രതിസന്ധികളായിട്ട് കടന്നു വരുന്ന ജനത്തെ കണ്ടുമുട്ടുവാൻ, അവരുടെ സാഹചര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കുവാനും അനേകർക്ക് വിടുതൽ ലഭിക്കുന്നതായിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ടീമിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഓൾ നൈറ്റ് പ്രയർ, പരസ്യയോഗങ്ങൾ, മറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ടീമുകളൊക്കെ ഉണ്ട്. പക്ഷേ അനേക ജീവിതങ്ങളെ ഈ ക്രിസ്തീയ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക സാഹചര്യമാകുന്ന പശ്ചാത്തലത്തിൽ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മളെക്കാൾ വലിയ വിഷയങ്ങളുള്ളവർ അനേക തളർച്ചയിലും പ്രതിസന്ധികളിലൂടെയൊക്കെ ഭക്ഷിപ്പാൻ ആഹാരമില്ലാതെ, ഉടുക്കുവാൻ വസ്ത്രമില്ലാതെ, പാർക്കുവാൻ പാർപ്പിടമില്ലാതെ അങ്ങനെയുള്ള സാഹചര്യ ഘട്ടത്തിൽ പോകുമ്പോൾ ദൈവം നമുക്ക് ഉടുപ്പാനും ഉണ്മാനും ഉള്ളതൊക്കെ തന്നതുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. എങ്കിൽ തന്നെയും ഞാൻ ഒരു ചെറിയൊരു ഭവനം വെച്ചു. അതിൻ്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല. തേക്കാനൊക്കെ ആ പണിയുടെ കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. നമ്മൾ വാടക കെട്ടിടങ്ങളിലൊക്കെയാണ് കുഞ്ഞുങ്ങളും ദാസിയായിട്ടൊക്കെ താമസിച്ചു പോയത്. എന്നാൽ അവിടെയൊക്കെ നമുക്ക് പലവിധമായ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഒരു 4 ലക്ഷം രൂപ ലഭിച്ചു. അതിന് ശേഷം ഞാനൊരു ഭവനം വെക്കുവാനിടയായി തീർന്നു. പക്ഷേ അതിൻ്റെ കട്ടയൊക്കെ കെട്ടി വാർത്തിട്ടതേ ഉള്ളൂ. നമുക്ക് പെട്ടെന്ന് ഉള്ള സാഹചര്യം വളരെ മോശമായതുകൊണ്ട് മറ്റുള്ള വാടക കെട്ടിടങ്ങളിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളായതുകൊണ്ട് ഉള്ള വീട്ടിൽ കയറി പ്രാർത്ഥിച്ച് ഞങ്ങൾ താമസിക്കാനിടയായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞങ്ങൾക്ക് ഒരു ബാത്റൂം ഞങ്ങൾക്ക് ആവശ്യമാണ്. ബാത്റൂം ഇല്ലാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കോമൺ ബാത്റൂം ഞങ്ങളുടെ കുടുംബ വീടിൻ്റെ അടുത്ത് പുറത്ത് ഉണ്ടായതുകൊണ്ട് അതൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അത് ഞങ്ങളുടെ ഭവനത്തിൽ ഒരു ബാത്റൂമൊക്കെ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞാൻ പല കൂട്ടായ്മകളിലൊക്കെ പോകുമ്പോൾ വൈഫിനെയൊക്കെ കഥകളൊക്കെ പൂട്ടിയിട്ട് പോകുന്ന സാഹചര്യത്തിൽ അവർക്കൊക്കെ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ബാത്റൂമിൻ്റെ അസൗകര്യങ്ങൾ അവരെ വളരെ ബുദ്ധിമുട്ടിച്ചായിട്ടുള്ള സന്ദർഭങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ഞാനിപ്പം പുറമേ എല്ലാം പറയാൻ കഴിയത്തില്ല. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളുണ്ട്. കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടതായ ട്യൂഷനൊക്കെ വിടാനുള്ള സാഹചര്യങ്ങളൊക്കെ സാമ്പത്തിക ദൗർലഭ്യം കുറവാണ്. നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. പക്ഷേ ദൈവം പട്ടിണി കിടത്താതെ ഓരോ ദിവസം അത്യാവശ്യമായി ആഹാരവും വസ്ത്രമൊക്കെ തന്ന് നടത്തുന്നുണ്ട്. പക്ഷെ നമുക്കൊരു പാർക്കുവാനൊരു പാർപ്പിട ആവശ്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ തുടർന്നുള്ള പണി കാര്യങ്ങളൊക്കെ നടത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവം തക്ക സമയത്ത് വഴി ഒരുക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് എന്നിൽ ഉണ്ടാവുന്നത്. പാസ്റ്റർക്ക് ഈ IPC സഭയിൽ നിന്ന് എന്തെങ്കിലും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല. IPC സഭ സപ്പോർട്ടൊന്നും സുവിശേഷകർ കൊടുക്കാറില്ലേ? ചെറിയ രീതിയിലുള്ള ഒരു സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അത് എല്ലാ വർക്കേഴ്സ് മീറ്റിങ്ങിലും ഞങ്ങൾ അത് ലഭിക്കുന്നെങ്കിലും അതനുസരിച്ച് നമ്മുടെ ഇന്നത്തെ കാലങ്ങളിലുള്ള സാഹചര്യത്തിൽ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് ഈ ചെറിയൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എത്ര 1000 രൂപ ഉണ്ടോ? 1000 രൂപയുണ്ട്. 1000 രൂപയാണ്. 1000 രൂപയാണ്. 500 ആയിരുന്നു. അതിനുശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് 1000 രൂപ ആയത്. ഇപ്പം 3 കൊല്ലം 4 കൊല്ലം ആയതേ ഉള്ളൂ. ഇപ്പോഴാണ് നമുക്ക് 1000 രൂപ ലഭിക്കാനിടയായി. അപ്പോൾ ഒരു മാസം IPC സഭയിൽ നിന്ന് ലഭിക്കുന്ന സപ്പോർട്ട് 1000 രൂപയാണ്. അതെ അതെ അതെ. അതിനുശേഷം ഉള്ള ആ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയമായിട്ട് കണ്ടെത്തുവാണ്. അപ്പോൾ വളരെ ദുഃഖത്തിലും ദുരിതത്തിലുമാണ് IPC സഭയിലുള്ള സുവിശേഷ പ്രവർത്തകർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ അതെ അതെ. ഇനി എന്താണ് പാസ്റ്ററുടെ അടുത്ത ഭാവി പദ്ധതികളൊക്കെ എന്തൊക്കെയാണ്? ഭാവി പദ്ധതി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വേലയിൽ നിലനിൽക്കണം. ശുശ്രൂഷയിൽ നന്നായി പ്രയോജനപ്പെടണം. താഴ്ചയല്ല, ഉയർച്ച തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓരോ ശുശ്രൂഷ മറ്റുള്ളവർക്കൊരു ആശ്വാസവും
ദൈവത്തിന് പ്രസാദവും അടയൻ്റെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പിന്നെ കുടുംബ പശ്ചാത്തലം നോക്കുമ്പോൾ കുടുംബജീവിതവും കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതവും അവരുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല ഉയർച്ചയിലായി തീരണമെന്നൊക്കെയാണ് എൻ്റെ ജീവിതം ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാസ്റ്റർ പ്രധാനമായിട്ട് ഈ കവലപ്രസംഗങ്ങൾ, അതായത് പരസ്യയോഗ പ്രസംഗങ്ങളാണല്ലോ കൂടുതൽ ചെയ്യുന്നത്. അതെ. അതിൻ്റെ ഒരു ആവശ്യകത എന്താണ് ഈ കാലഘട്ടങ്ങളിൽ? ഞാൻ പരിചയപ്പെടുന്ന സുവിശേഷകരൊക്കെയും ഇങ്ങനെ കവലപ്രസംഗകരും റോഡുകളിലും തെരുവുകളിലും വഴിവെക്കലിലും ഒക്കെ ഒന്ന് പ്രസംഗിക്കുന്നവരാണ്. അപ്പോൾ എന്താണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യകത എന്താണ്? പ്രധാനമായി അത് അത്യാവശ്യമായ ഒരു കാലയളവിലേക്കാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലും മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു മാരകമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് പിതാവ് ആരാണെന്നോ മാതാവ് ആരാണെന്നോ സഹോദരി ആരാണെന്നോ ചാർച്ചക്കാരാരാണെന്നോ തിരിച്ചറിയാൻ കഴിയാത്തതായ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ. എനിവേ ദൈവവചനം പറയുന്ന മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രയെന്നാണ് പറയുന്നത്. അപ്പം നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യരായി തീരുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സമയ സന്ദർഭങ്ങളിൽ കർത്താവ് തിരഞ്ഞെടുത്ത കർത്തദാസന്മാർ അവരുടെ ദൗത്യങ്ങൾ ഈ ഭൂമിയിൽ നമ്മൾ സർവ്വ ജാതികളിടയിലും സാക്ഷികളായി തീരണം. സകലിടത്തും നമ്മൾ ക്രിസ്തുവിൻ്റെ പത്രമായി തീരണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അനേകരെ ഈ കൃപയിലേക്ക് നയിക്കുവാൻ, ഈ വൻകൃപ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ, അനേകർക്ക് ഈ ശ്രേഷ്ഠമായ ജീവിതം രുചിച്ച് അവർ മനസ്സിലാക്കി രക്ഷിക്കപ്പെട്ട് സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഒരു പുതിയ സൃഷ്ടികളായി ജീവിക്കുമ്പോൾ അത് ജീവിതത്തിൽ ഏറ്റവും ഒരു ആനന്ദമാണെന്നാണ് എൻ്റെ സന്തോഷം ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, പാസ്റ്ററുടെ വീട്ടിൽ നിന്നുള്ള സുവിശേഷ വേലയ്ക്കുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? വൈഫ്, കുട്ടികളൊക്കെ അവരുടെയൊക്കെ ഒരു സപ്പോർട്ട് സുവിശേഷ വേലയ്ക്ക് എങ്ങനെയാണ്? തീർച്ചയായും കർത്താവിൻ്റെ വേലയിൽ എന്നോടൊപ്പം തന്നെ സഹകരിക്കുന്ന ദാസിയും കുഞ്ഞുങ്ങളുമാണ്. അവർ കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഓക്കെ, പാസ്റ്റർ ഈ IPC സഭയിൽ പാസ്റ്ററുടെ ഈ സഭാ നേതൃത്വം സുവിശേഷ വേലയ്ക്ക് അവർക്കുള്ളതായിട്ടുള്ള ഒരു ദർശനവും ഒരു കാഴ്ചപ്പാട്, ഇപ്പോഴത്തെ പുതിയ കൗൺസിലും കമ്മിറ്റിയും അതുപോലെ IPC സഭയിലുള്ള സീനിയർ സുവിശേഷകർക്കൊക്കെ ഉള്ള സുവിശേഷ ദർശനത്തെക്കുറിച്ചൊന്ന് പറയാമോ? ഞങ്ങളുടെ സെൻറ്ററിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് സ്വമേധ വേലയുണ്ട്, മാസികമുണ്ട്, കൺവെൻഷനുകളുണ്ട്, മറ്റ് വർക്കേഴ്സ് മീറ്റിംഗുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ കൂട്ടായ്മകളും ഞങ്ങൾ പോവുകയും സഹകരിക്കുകയും ആത്മാർത്ഥമായിട്ടും ദൈവത്തിൻ്റെതായ കൃപ അനുഭവിച്ച് മുന്നോട്ടുള്ള ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കപ്പെട്ട പ്രത്യാശയ്ക്ക് വേണ്ടി ഭംഗം വരാത്ത അവസ്ഥയെ ജീവിച്ച് കർത്താവിൻ്റെ നാളിന് വേണ്ടി ഒരുങ്ങി കാണപ്പെടണമെന്നാണ് എൻ്റെയും എൻ്റെ വ്യക്തിപരമായ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടുവേലക്കാരായിരിക്കുന്ന തന്നെ സുവിശേഷകരും ഇതോടൊപ്പം തന്നെയുള്ള കർത്താവിൻ്റെ വേല ചെയ്യുവാനും അവരുടേതായ ചില ശാരീരിക മാനസികമായ പ്രയാസഘട്ടങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും എനിക്ക് എന്തെങ്കിലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഓഹരി അവരെ കൂടെ ഞാൻ കൊടുക്കാൻ ആത്മാർത്ഥതയും സന്മനസ്സുമുള്ള ഒരാളും കൂടാണ്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ എന്നെ ദൈവം ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പലവിധമായ സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. പക്ഷെ ആ സാഹചര്യത്തിൽ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിലും അതിനുള്ള ഒരു നന്മകളോ ഒന്നും ശേഖരിച്ച് വെച്ച് ഒരു സേവിങ് ആയിട്ടുള്ള ഒരു പ്രവണത എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ല. എന്നാലും ഞാൻ മറ്റുള്ളവരെ സഹായിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രയോജനമായി തീരണം എന്നൊക്കെയാണ് എൻ്റെ ജീവിത ലക്ഷ്യങ്ങൾ. ഓക്കെ, ഇനി എന്തെങ്കിലും പൊതുവെ പാസ്റ്റർക്ക് പറയാനായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങളുടെ എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ പങ്കുവെച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യത്തിനകത്തുനിന്ന് ഒരു വഴിയും കൂടെ എടുത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭവനത്തിൻ്റെ സാഹചര്യം ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവർക്ക് വേണ്ടിയുള്ളതായ ട്യൂഷൻ വിടാനുള്ള സാഹചര്യം വളരെ മോശമായിരിക്കുന്നു. പിന്നെ ഭവനത്തിൻ്റെ അത്യാവശ്യ ഘട്ടം എന്ന് പറയുന്നത് ഒരു ബാത്റൂമാണ്. ആ ബാത്റൂം ഇപ്പോൾ ഇല്ലാത്തതിൻ്റെ സാഹചര്യം ബുദ്ധിമുട്ടുണ്ട്. ഭവനത്തിൻ്റെ പണികൾ തേച്ചിട്ടില്ല. അപ്പം ആ തേപ്പൊക്കെ നടക്കണം, പെയിൻ്റ് അടിക്കണം.
അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിലും ആ ഭവനം പൂർത്തീകരിച്ച് നമുക്ക് ഒരു സന്തോഷം വീണ്ടും കാണപ്പെടണമെന്നും അനുഭവിക്കണമെന്നൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ പാസ്റ്റർ, അപ്പോൾ ഇത്രയും സമയം പാസ്റ്ററോട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. പാസ്റ്റർ, ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.